എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മളൊക്കെ മനുഷ്യരാണല്ലേ. മനുഷ്യരെന്ന് പറയുമ്പോൾ പല തെറ്റുകളും സംഭവിക്കാറുണ്ട്. ആ തെറ്റുകൾ മൂലം മറ്റുള്ളവർക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാകാവുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇവിടെ ബിഗ് ബോസിൽ അക്ബർ ഖാൻ രേണു സുധിയെ സെപ്റ്റി ടാങ്ക് എന്നൊരു പരാമർശം നടത്തിയിരുന്നു. ആ ഒരു പരാമർശത്തിൽ നമ്മളെല്ലാവരും രേണു സുധിയെ സപ്പോർട്ട് ചെയ്തു. വളരെ മോശമായിട്ടുള്ളൊരു വാക്കാണ് അക്ബർ ഖാൻ യാതൊരു പ്രകോപനവും കൂടാതെ രേണു സുധിയെ വിളിച്ചിരുന്നത്. എന്നാൽ ആ ഒരു ദിവസങ്ങളിൽ തന്നെ അക്ബർ ഖാന് താൻ ചെയ്ത തെറ്റാണെന്നും രേണു സുധിക്ക് സോറി പറയാൻ അയാൾ തയ്യാറായതുമാണ്. പക്ഷേ പലപ്പോഴായിട്ട് അക്ബർ ഖാൻ രേണു സുധിയെ സമീപിക്കുമ്പോൾ എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല, എൻ്റെ ജീവിതത്തിൽ അതിനി ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്നൊരു നിലപാടാണ് രേണു സുധി എടുത്തിരുന്നത്. അതായത് രേണു സുധിയെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി അക്ബർ ഖാൻ പാട്ട് പാടുന്നുണ്ടായിരുന്നു, എക്സ്ട്രാ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള എന്താ പറയുക പരിഹാര മാർഗ്ഗങ്ങളും കണ്ടെങ്കിലും രേണു സുധി ഇതുവരെയും അക്ബർ ഖാനോട് ക്ഷമിച്ചിട്ടില്ല. അതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കാര്യം ഞാൻ പറയാം, എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല. അത്രയ്ക്കും എൻ്റെ മനസ്സ് കീറി മുറിച്ചു. എന്നെ ഇവിടെ നിന്റെ പേരിൽ എന്നെ വിട്ടാലും ക്ഷമിക്കില്ല. മാക്സിമത്തിൻ്റെ അപ്പുറം അനുഭവിച്ചിട്ടാണ് രേണു സുധി ഇതിനകത്തോട്ട് വന്നത്, ഈ ബിഗ് ബോസിലോട്ട് വന്നത്. അതിനൊരു കാരണക്കാർ നിങ്ങൾ നെഗറ്റീവ് പറയുന്നവരൊക്കെ തന്നെയാണ്. അതിന് ഒരുപാട് താങ്ക്സ്. ഇനിയിപ്പം ഞാൻ പോയാലും പോയില്ലല്ലോ ഒന്നും എനിക്കൊരു വിഷയമല്ല. പക്ഷെ എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച അക്ബറിനോട് ഞാൻ ക്ഷമിക്കൂല. അതിൻ്റെ രേണുവിന് എന്തോ വലിയ വാശി പോലെയാണ് അക്ബർ ഖാൻ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത്. പല രീതിയിലും അക്ബർ ഖാൻ അതിന് സോറി പറയാൻ ശ്രമിച്ചെങ്കിലും ക്ഷമിക്കൂല എന്നൊരൊറ്റ കാലിൽ തന്നെ നിൽക്കുകയാണ്. ഇവിടെ ചെറുതായി പോകുന്നത് രേണു സുധി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരാൾ തെറ്റ് ചെയ്ത് ആ തെറ്റ് മനസ്സിലാക്കി സോറി പറയുന്നു കഴിഞ്ഞാൽ ആ സോറി അക്സെപ്റ്റ് ചെയ്യുകയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം.